അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മക്കളെ, 6ാം ക്ലാസ്സിലെ തസ്കിയ മൂന്നാമത്തെ ചാപ്റ്റർ ഔസതു അബ്വാബിൽ ജന്ന എന്ന പാഠത്തിന്റെ അറബി മലയാളത്തോടെ പാഠഭാഗം വായിക്കുകയാണ് കേട്ടോ. എഴുതാനൊക്കെ നല്ല സുഖമായിട്ട് ഇൻഷാ അല്ലാഹ്. സ്വർഗത്തിന്റെ മധ്യ കവാടം, അതാണ് വാക്കിന്റെ അർത്ഥം. ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗ കവാടത്തിന്റെ മധ്യ കവാടം. ഹബിസ യഹ്യൽ ബർമക്കിയു റഹിമഹുല്ലാ ഫി സിജ്നി. യഹ്യൽ ബർമക്കി റളിയല്ലാഹു അൻഹു ജയിലിൽ അടക്കപ്പെട്ടു. വഹബിസ മാഹു ഇബ്നുഹുൽ ഫളൽ ഇബ്നു യഹ്യ, അദ്ദേഹത്തോടൊപ്പം മകൻ ഫളൽ ഇബ്നു യഹ്യയും തടവിലാക്കപ്പെട്ടു. ഫകാന ദാലിക ഫീ സമനി ശിതാ, അത് ശൈത്യകാലത്തായിരുന്നു. വകാന യഹ്യ ശൈഖൻ ഫി 80 മിൻ ഉംരിഹി, യഹ്യക്ക് അന്ന് 80 വയസ്സായ ഒരു വൃദ്ധനായിരുന്നു. എഡിറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ, PDF ആണ്. ലാ യതഹമ്മലുൽ വുളുഅ ബിൽ മാഇൽ ബാരിദി, തണുത്ത വെള്ളത്തിൽ വുളു എടുക്കാൻ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഫഹീന മാ ഖറബ വഖ്തു തഹജ്ജുദി അറാദ ബിൻഹുൽ ഫളു തസ്ഖീനൽ മാ, അങ്ങനെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ സമയമെടുത്തപ്പോൾ മകൻ ഫളല് വെള്ളം ചൂടാക്കാൻ ആഗ്രഹിച്ചു. ലാകിൻ മനഅ സജ്ജാനുൽ ഹതബ, എന്നാൽ ജയിലധികൃതർ വിറക് നൽകുന്നത് തടഞ്ഞു. ഫഅഖദൽ ഫളലു ഇനാഅൽ മാഇ വഅബ്നാഹു മിനൽ മിസ്ബാഹ്, അപ്പോൾ ഫളല് വെള്ളപാത്രം എടുത്ത് വിളക്കിനടുത്തേക്ക് പിടിച്ചു. ഫലം യസൽ ഖായിമൻ ഇൻദഹു ഹത്താ തൻഖതിയ ബുറൂദതുഹു, വെള്ളത്തിന്റെ തണുപ്പ് മാറുന്നത് വരെ അദ്ദേഹം അത് വിളക്കിന് മുകളിൽ പിടിച്ചു നിന്നുകൊണ്ടേയിരുന്നു. ഫലമാ റഅ സജ്ജാനു ദാലിക മനഅൽ ഇസ്തിബാഹ ഫിൽ ലൈലത്തിൽ ഖാബില, ഇത് കണ്ട ജയിലധികൃതർ അടുത്ത ദിവസം രാത്രി വിളക്ക് കത്തിക്കുന്നതും തടഞ്ഞു. ഫഅഖദ ഇബ്രീകം മിൻ നുഹാസിൻ ഫമലഅ അൽ മാഉ, അപ്പോൾ ഫളല് ചെമ്പ് കൊണ്ടുള്ള ഒരു കിണ്ടി എടുത്തു, അതിൽ വെള്ളം നിറച്ചു. ثم التصقه إلى بطنه حتى تنقطع برودته بحرارة بطنه, എന്നിട്ട് അത് തന്റെ വയറിനോട് ചേർത്തു പിടിച്ചു. തന്റെ ശരീരത്തിന്റെ ചൂടുകൊണ്ട് ആ വെള്ളത്തിന്റെ തണുപ്പ് മാറുന്നത് വരെ അങ്ങനെ ചെയ്തു. വകാന യഫ്അലു ദാലിക കുല്ല യൗമിൻ ബഅദ നൗമി അൽവാലിദി, പിതാവ് ഉറങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും അദ്ദേഹം ഇത് ചെയ്യാറുണ്ടായിരുന്നു. വദാത ലൈലത്തിൻ ഹബ്ബ യഹ്യൽ ബർമക്കിയു മിൻ നൗമി, ഒരു രാത്രി യഹ്യൽ ബർമക്കി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നു. ഫറഅ ഇബ്നഹു യുസഖിലുൽ മാഅ സാഹിറ, അപ്പോൾ തന്റെ മകൻ ഉറങ്ങാതെ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഫതഅജ്ജബ വദഅ ലഹു ബിൽ ഖൈർ, ഇതുകൊണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുകയും മകന് വേണ്ടി നന്മക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടോ ഞാൻ അടുത്തത് പറയാം. മാ ഹമലൽ ഫളൽ ഇബ്നു യഹ്യ അലാ ഹാദിൽ ബിദ്ദീനി വാലിദിഹി, ഫളൽ ഇബ്നു യഹ്യ തന്റെ പിതാവിനോട് ഈ രീതിയിൽ പുണ്യം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? ഫളൽ ഇബ്നു യഹ്യയെ പ്രേരിപ്പിച്ചത് എന്താണ്? മാ ഹമലഹു അലൈഹി ഇല്ലാ തആലീമുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളല്ലാണ്ട് മറ്റൊന്നും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടില്ല. لأن الإسلام عني ببر الوالدين عناية كبيرة,
കാരണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഇസ്ലാം വളരെ വലിയ ശ്രേഷ്ഠതയാണ് നൽകിയിട്ടുള്ളത്. وقد أكد رسول الله صلى الله عليه وسلم في أحاديث كثيرة. അള്ളാഹുവിന്റെ റസൂൽ നിരവധി ഹദീസുകളിൽ ഇക്കാര്യം ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. قال صلى الله عليه وسلم الوالد أوسط أبواب الجنة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിതാവ് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കവാടമാണ്, മധ്യത്തിലുള്ള കവാടമാണ്. وقال صلى الله عليه وسلم رضا الله في رضا الوالدين وسخط الله في سخط الوالدين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറഞ്ഞു, അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. വേറൊന്ന്, جاء رجل إلى رسول الله صلى الله عليه وسلم فقال من أحق الناس بحسن صحابتي. ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ജനങ്ങളിൽ ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കാൻ അർഹതയുള്ളവൻ ആരോടാണ്? സഹവസിക്കാന ബന്ധം പുലർത്താൻ. ഖാല ഉമ്മുക, പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. ഖാല സുമ്മ മൻ, പിന്നെയും അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരോടാണ്? ഖാല സുമ്മ ഉമ്മുക, നിന്റെ ഉമ്മയോട്. പ്രവാചകൻ പറഞ്ഞു, പിന്നെയും നിന്റെ ഉമ്മയോട്. ഖാല സുമ്മ മൻ, അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരോടാണ്? ഖാല സുമ്മ ഉമ്മുക, പ്രവാചകൻ പറഞ്ഞു, പിന്നെയും നിന്റെ ഉമ്മയോട്. ഖാല സുമ്മ മൻ, മൂന്നാമത് നാലാമത് ചോദിച്ചപ്പോ പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരോടാണ്? ഖാല അബൂക, പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉപ്പയോട്. പിന്നെ നിന്റെ ഉപ്പയോട്. ഇനി പറയാനേ, ഇതൊക്കെ ഓരോ പാരഗ്രാഫ് ഞാനിങ്ങനെ കളർ മാറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് കേട്ടോ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് സാധ്യമായ എല്ലാ വഴികളിലൂടെയും അവരനുസരിക്കലാണ്. كان أبو هريرة رضي الله عنه إذا أراد أن يخرج من بيته وقف على باب أمه فقال السلام عليك يا أمام ورحمة الله وبركاته. أبو هريرة അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ദേശിച്ചാൽ ഉമ്മയുടെ വാതിൽക്കൽ വന്നു നിൽക്കാറുണ്ടായിരുന്നു. എന്നിട്ട് പറയും, എന്റെ ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഫതഖൂലു വഅലൈക അസ്സലാമു യാ വലദി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഉമ്മ മറുപടി പറയും, എന്റെ മകനെ, നിനക്കും അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഫയഖൂലു റഹിമക്കല്ലാഹ് റഹിമക്കില്ലാഹു കമാ റബ്ബൈതനി സഗീറാ. അപ്പോൾ അബൂ ഹുറൈറ പറയും, ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എന്നെ വളർത്തിയതുപോലെ അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ. ഫതഖൂലു റഹിമക്കല്ലാഹു കമാ ബറർതനി കബീറാ. അപ്പോൾ ഉമ്മ പറയും, ഞാൻ പ്രായമായപ്പോൾ നീ എന്നോട് നന്മ ചെയ്യുന്നത് പോലെ അല്ലാഹു നിന്നോടും കരുണ കാണിക്കട്ടെ. അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യുമായിരുന്നു. തന്റെ ഉമ്മക്ക് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം അവരെ ചുമന്ന് ശുചിമുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഇരുത്തുകയും ചെയ്യുമായിരുന്നു. ജഅലനല്ലാഹു മിനൽ ബാരിന ലിവാലിദൈനി ആമീൻ. അല്ലാഹു നമ്മെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് കൊടുക്കണേ അല്ലാഹു. അവർ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹു. മരണപ്പെട്ടവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും